പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കടുത്ത ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങൾ അമേരിക്കയുടെ ഇമിഗ്രന്റ് ടാലന്റ് പൈപ്പ്ലൈനെ അഥവാ വിദേശ പ്രതിഭകളുടെ വരവിനെ എങ്ങനെയാണ് തകിടം മറിക്കുന്നത് എന്നതിനെക്കുറിച്ച് ലോകപ്രശസ്ത ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേവലം അതിർത്തി സുരക്ഷയ്ക്കപ്പുറം ഉയർന്ന വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി നോക്കാം. എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഇമിഗ്രന്റ് ടാലന്റ് പൈപ്പ്ലൈൻ? ലളിതമായി പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾ US സർവകലാശാലകളിൽ ഉപരിപഠനത്തിനായി എത്തുന്നു. പഠനത്തിന് ശേഷം അവർ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങൾ വഴി അമേരിക്കൻ കമ്പനികളിൽ ജോലിയിൽ പ്രവേശിക്കുന്നു. തുടർന്ന് H-1B വിസയിലേക്കും ഒടുവിൽ ഗ്രീൻ കാർഡിലേക്കും മാറുന്നു. അമേരിക്കൻ സാങ്കേതിക വിദ്യ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്ന ഒരു സുസ്ഥിരമായ പരിപാടിയാണിത്. ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡാറ്റ പ്രകാരം അമേരിക്കയിലെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അഥവാ STEM മേഖലകളിലെ ഗവേഷകരിൽ 40% പേരും വിദേശത്ത് ജനിച്ചു വളർന്ന കുടിയേറ്റക്കാരാണ്. US മുൻനിര ടെക്നോളജി കമ്പനികളുടെ സ്ഥാപകരിൽ പകുതിയിലധികം പേരും ഒന്നെങ്കിൽ കുടിയേറ്റക്കാരാണ് അല്ലെങ്കിൽ അവരുടെ മക്കളാണ്. എന്നാൽ ഈ വിജയകരമായ വ്യവസ്ഥയാണ് പുതിയ ഭരണകൂടത്തിന്റെ നയങ്ങൾ ഓരോന്നായി ഇല്ലാതാക്കുന്നത്. ഈ ടാലന്റ് പൈപ്പ് ലൈനിന്റെ ആദ്യത്തെ കണ്ണി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ്. എന്നാൽ ട്രംപ് ഭരണകൂടം അധികാരമേറ്റതു മുതൽ വിദേശ വിദ്യാർത്ഥികൾക്ക് US വിസ ലഭിക്കുന്നത് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കർശനമായ പശ്ചാത്തല പരിശോധനകൾ, വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിലെ ബോധപൂർവമായ താമസം എന്നിവ കാരണം വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും കൃത്യസമയത്ത് ക്യാമ്പസുകളിൽ എത്താൻ കഴിയുന്നില്ല. കൂടാതെ ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള STEM വിദ്യാർത്ഥികളെയും ഗവേഷകരെയും കടുത്ത സംശയത്തോടെയാണ് US ഇമിഗ്രേഷൻ വകുപ്പ് നോക്കിക്കാണുന്നത്. ബ്രൂക്കിംഗ്സ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിദേശ വിദ്യാർത്ഥികളുടെ വിസ റിജക്ഷൻ റേറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. തങ്ങൾക്ക് US സുരക്ഷിതമായൊരു ഭാവിയില്ലെന്ന് മനസ്സിലാക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ചേക്കേറാൻ നിർബന്ധിതരാവുകയാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്നവർക്ക് അമേരിക്കയിൽ താൽക്കാലികമായി ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് സംവിധാനത്തിന് മേൽ ഭരണകൂടം കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് STEM വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന 3 വർഷത്തെ OPT കാലാവധി വെട്ടിച്ചുരുക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ഇതിലും ഭീകരമാണ് H-1B വിസകളുടെ അവസ്ഥ. ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെ സ്വപ്ന വിസയായ H-1B വിസ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഭരണകൂടം പൂർണ്ണമായും മാറ്റിമറിച്ചു. സ്പെഷ്യാലിറ്റി ഓക്കുപേഷൻ എന്നതിന്റെ നിർവഹണം കടുപ്പിക്കുകയും ചെയ്തു. എൻട്രി ലെവൽ പ്രോഗ്രാംമാരെയും IT ജീവനക്കാരെയും ഈ വിസയ്ക്ക് അർഹരല്ലാത്ത വിധം നിയമങ്ങൾ പരിഷ്കരിച്ചിരിക്കുകയാണ്. മാത്രമല്ല H-1B വിസയുള്ളവരുടെ പങ്കാളികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവാദം നൽകിയിരുന്ന H-4 EAD വർക്ക് പെർമിറ്റ് നിർത്തലാക്കാനുള്ള അന്തിമ നടപടികളിലേക്ക് ഭരണകൂടം കടന്നിരിക്കുകയാണ്. ഇത് ആയിരക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളെയാണ് നേരിട്ട് ബാധിക്കുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രം ജോലി ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥ വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഭയന്ന് പലരും അമേരിക്ക വിടാൻ ആലോചിക്കുകയാണ്. ബ്രൂക്കിംഗ്സ് റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ ഒരു കണ്ടെത്തൽ ട്രംപ് ഭരണകൂടം നിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കി മാറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭരണപരമായ ചുവപ്പ് നാടകൾ ഉപയോഗിച്ചാണ് കുടിയേറ്റക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് ഇപ്പോൾ വിസ പുതുക്കലുകൾക്കും പദവി മാറ്റങ്ങൾക്കും മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്ത ചോദ്യങ്ങളും തടസ്സങ്ങളും ഉന്നയിക്കുന്നുണ്ട്. മുൻപ് വളരെ എളുപ്പത്തിൽ നടന്നിരുന്ന വിസ പുതുക്കലുകൾ പോലും ഇപ്പോൾ മാസങ്ങളോളം നീളുന്ന നിയമ പോരാട്ടങ്ങളായാണ് മാറുന്നത്. വിസ പ്രോസസിംഗ് ഫീസുകൾ കുത്തനെ കൂട്ടിയതും കമ്പനികൾക്ക് വിദേശ ജീവനക്കാരെ നിയമിക്കുന്നത് വലിയൊരു സാമ്പത്തിക ബാധ്യതയാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ കടുത്ത നയങ്ങളുടെ ഫലമായി അമേരിക്കൻ കമ്പനികൾക്ക് തങ്ങളുടെ ഏറ്റവും മികച്ച വിദേശ ജീവനക്കാരെ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാർ പരസ്യമായി തന്നെ തങ്ങളുടെ ആശങ്ക ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ആവശ്യത്തിന് പ്രതിഭകളെ അമേരിക്കയ്ക്കുള്ളിൽ ലഭിക്കുന്നില്ലെങ്കിൽ തങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്ററുകൾ കാനഡയിലേക്കോ യൂറോപ്പിലേക്കോ മാറ്റാൻ തങ്ങൾ നിർബന്ധിതരാകും എന്നാണ് കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നത്. കാനഡ പോലുള്ള രാജ്യങ്ങൾ ഈ അവസരം കൃത്യമായി വിനിയോഗിക്കുന്നുമുണ്ട്. അമേരിക്കയിൽ H-1B വിസ പ്രതിസന്ധി നേരിടുന്ന പ്രൊഫഷണലുകളെ ലക്ഷ്യമിട്ട് കാനഡ പ്രത്യേക ഇമിഗ്രേഷൻ സ്ട്രീമുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന വലിയൊരു സാങ്കേതിക നേട്ടമാണ് ഈ കടുപിടുത്തം കാരണം മറ്റു രാജ്യങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നത്. ഈ നയപരമായ മാറ്റങ്ങൾ കേവലം താൽക്കാലികമല്ലെന്ന് ഉറപ്പുവരുത്താൻ ഇമിഗ്രേഷൻ ഏജൻസികളുടെ തലപ്പത്ത് വലിയ പുനഃസംഘടനയാണ് ട്രംപ് ഭരണകൂടം നടത്തിയിരിക്കുന്നത്. USCIS, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നിവയുടെ നേതൃത്വത്തിലേക്ക് കടുത്ത ഇമിഗ്രേഷൻ വിരുദ്ധ പശ്ചാത്തലമുള്ള വ്യക്തികളെയാണ് നിയമിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരെ സഹായിക്കുക എന്ന ഏജൻസിയുടെ മുൻകാല നയത്തിന് മാറി രാജ്യത്തേക്ക് വരുന്നവരെ കർശനമായി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ശൈലി പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തെ തന്നെ
ബാധിക്കുമെന്നാണ് ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ ചൈന ഉയർത്തുന്ന കടുത്ത വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് വിദേശ പ്രതിഭകളുടെ സഹായം അത്യാവശ്യമാണ്. ഈ മേഖലകളിലെ ഗവേഷണങ്ങളെ പുതിയ വിസാ നയങ്ങൾ മന്ദഗതിയിലാക്കും. പ്രതിഭകളുടെ ഈ ചോർച്ച തുടർന്നാൽ വരും ദശകങ്ങളിൽ ആഗോള ഇന്നൊവേഷൻ ഹബ് എന്ന പദവി അമേരിക്കയ്ക്ക് നഷ്ടമാകുമെന്നാണ് ഈ പഠനം മുന്നറിയിപ്പ് നൽകുന്നത്.